നീൽ സലാം വസ്സലാം ഇന്തിഫാദ ഇൻകുലാബ്. നീൽ സലാം കേട്ടിട്ടുണ്ടാവും ഈ ഒരു മുദ്രാവാക്യം. നമ്മളുടെ പൗരത്വ ഭേദഗതി ബില്ല് അതിൻ്റെ പ്രക്ഷോഭം ഇവിടെ നടന്നിരുന്ന സമയത്ത് JNUവിൽ തീപ്പൊരി പ്രകടനം നടത്തിയിരുന്ന ചില മലയാളി പെൺകുട്ടികളുടെ നാവിലൂടെയാണ് നമ്മൾ ഈ ഒരു മുദ്രാവാക്യം നമ്മൾ കേട്ടത്. സത്യത്തിൽ ഞാനൊക്കെ അന്നൊരു വിശ്വാസിയായിട്ട് തന്നെ നിലകൊള്ളുന്നൊരു സമയം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ ഒരു വക്കത്തിങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ്. ആ സമയത്താണ് ഈ ഒരു സംഗതി അന്ന് കേട്ടത്. അപ്പം അന്ന് ഈ ഇന്തിഫാദ എന്ന് പറയുന്നൊരു വാക്ക് അവരുടെ നാക്കിലൂടെ ഇങ്ങനെ കേൾക്കുന്നൊരു ഇട വന്നപ്പോൾ ഇതെന്താണ് എന്നറിയാൻ വേണ്ടി കൂടുതൽ ഡിഗ് ചെയ്ത് ഒന്ന് അന്വേഷിക്കാൻ ഇടവന്നു. അപ്പോഴാണ് ഇതിൻ്റെ തനി സ്വഭാവമൊക്കെ നമുക്ക് പിടികിട്ടുന്നത്. അപ്പോൾ അന്ന് നമ്മൾ മനസ്സിലാക്കി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നിഷ്കളങ്കമായൊരു വാക്കല്ല എന്നൊരു ചിന്ത ഒരു വിശ്വാസിയായിരിക്കെ തന്നെ നമുക്ക് അന്ന് കിട്ടിയിരുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് ഒരു ഇസ്ലാമിക ജിഹാദിലൂടെ ഒരു കാര്യം നേടാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ അതിന് ഉപയോഗിച്ചിരുന്നൊരു വാക്ക്, ആ അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് ഈ ഇന്തിഫാദ എന്ന് പറയുന്നൊരു വാക്ക്. ഇന്ന് അത് വീണ്ടും ചർച്ചയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വാക്കും ഇത് ഉയർത്തി വിടുന്ന ഒരു ഉണ്ട, അത് ഉരുണ്ട് ഇനി വലിയൊരു ഉണ്ടയായി മാറാൻ പോകുന്നു എന്ന് മാത്രമല്ല, ആ ഉണ്ട ഇത് ഉയർത്തിവിട്ട ആളുകളുടെ മൂട്ടിൽ തന്നെ വന്ന് കൊള്ളുന്നൊരവസ്ഥയും കൂടിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ കമ്മികളുടെ അന്ത്യം അത് SFIയിലൂടെയാണ് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുന്നു. ഇത് മറ്റൊരു സംഗതിയായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്നൊരു സംഗതി. സമാനമായ രീതിയിൽ അതിൻ്റെ വേറൊരു പതിപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനെ എടുക്കാം. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ എന്നും കൂടി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിയുന്നത്ര ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇവിടെ SFI എന്ന് പറയുന്നൊരു സ്റ്റുഡൻസ് ഒരു പാർട്ടി, അതിൻ്റെ ചില കൊള്ളരുതായ്മകൾ അത് നേരിട്ട് കണ്ടും അതിലൂടെ പ്രവർത്തിച്ചൊക്കെ തന്നെയാണ് ഞാനും ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കോളേജ് കാലഘട്ടത്തിൽ SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയനിൽ നേരിട്ട് പങ്കെടുത്ത് അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി നിന്ന് അതുപോലെ തന്നെ യൂണിയനിൽ പ്രവർത്തിച്ചൊക്കെയാണ് നമ്മളുടെയും ഒരു പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത്. അന്ന് നമുക്കറിയാം SFI എന്ന് മാത്രമല്ല പൊതുവെ ഏതൊരു രാഷ്ട്രീയ സംഘടനയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താത്വിക മുഖം എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകളുണ്ടാവും. അതുകൂടാതെ കുറച്ച് കയ്യേറ്റങ്ങൾ നടത്താൻ കയ്യാങ്കളിക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ആളുകൾ വേറെ ഉണ്ടാവും. ഇങ്ങനെ ഈ രണ്ട് കൂട്ടം ആളുകളുടെ ഒരു സഞ്ചയനമാണ് സത്യത്തിൽ ഇതുപോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലും കയ്യൂക്കുകൊണ്ടാണ് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ നിലകൊള്ളുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മളുടെ നിലവിലുള്ള നേതാക്കൾ വായ തുറന്നു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്? വടിവാളിൻ്റെ ഇടയിൽ കൂടെ നടന്ന കഥ, തോക്കിൻ കുഴലിൻ്റെ മുന്നിൽ കൂടെ നടന്ന കഥ. ഇതല്ലാതെ നമ്മൾ അന്ന് നടത്തിയ ഒരു ചീറുന്ന പ്രസംഗം, ആ പ്രസംഗത്തിലൂടെ ഞാൻ എൻ്റെ എതിരാളിയെ ഉത്തരം മുട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും രാഷ്ട്രീയം പറയുന്നത് നിങ്ങളിവിടെ കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. നമുക്ക് ഒരു നല്ല നേതാവാണ് എന്ന് തോന്നണമെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു വടിവാളിൻ്റെ കഥ അവിടെ ഉണ്ടാകണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ചോരയുടെ മണമുള്ള കഥകൾ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടു നടപ്പ്. അത് ഇവിടെ ഒരു സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാകുന്നു. ഇന്നിപ്പോൾ നമ്മൾ കേട്ട ചില വാർത്തകൾ പോലും അത്തരത്തിലുള്ളതാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരട്ടെ. എന്തായാലും കേട്ടിടത്തോളം വലിയ തോതിൽ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു SFI അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ ഒരു മോറൽ ഹൈ എന്ന് പറയുന്ന ഒരു സംഗതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കയ്യിലെടുക്കുന്ന ഈ തരത്തിലുള്ള സദാചാര ഗുണ്ടായിസം അടക്കമുള്ള കാര്യങ്ങൾ അതെല്ലാം ന്യായീകരിക്കപ്പെടുന്നൊരു സാഹചര്യമാണ് നമ്മളുടെ സമൂഹത്തിലുള്ളത്. കാരണം എന്താണ്? വേലി തന്നെ വിളവ് തിന്നുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഇന്നിപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ, ഇപ്പോൾ ഇന്തിഫാദയായാലും ഈ വിഷയമായാലും വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് BJP ഒന്നും ചെയ്യാത്തത്, എന്താണ് കോൺഗ്രസ് ഒന്നും ചെയ്യാത്തത്, എന്താണ് ഈ പോസ്റ്റർ വലിച്ചു കീറാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കേൾക്കുന്നത്. അവിടെ നിന്ന് ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലാവുകയാണ്. അതായത് BJP അത് ചെയ്തിട്ടില്ല എന്നതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇത് കാണുമ്പോൾ BJPക്ക് കുരു പൊട്ടണം, അവരെന്തെങ്കിലും ചെയ്യണം, ഇതാണല്ലോ അവരവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ്.
ചെയ്യാതിരുന്നെങ്കിൽ അത് തന്നെയാണ് നല്ലത് എന്നാണ് ഞാൻ പറയുക. കാരണം അങ്ങനെയുള്ള റിയാക്ഷൻസ് അല്ല ഇതിൻ്റെ മറുപടി. ഇതിൻ്റെ മറുപടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന കാര്യമാണ്. ഇതിനെ വിമർശിക്കുക, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുക, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഇതിൻ്റെ ഒരു വയലൻസ്, അതായത് ഒരു വയലൻസിനുള്ള ഒരു വിദ്വേഷത്തിനുള്ള മരുന്ന് എന്ന് പറയുന്നത് മറ്റൊരു വിദ്വേഷമല്ല, മറ്റൊരു വയലൻസ് അല്ല എന്ന് പറയുന്ന ബാലപാഠം പോലും അറിയാത്ത മറന്നുപോകുന്ന ആളുകളാണ് ഇവിടുത്തെ മുതിർന്ന തലമുറ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇവിടെ രണ്ടാമത് ചിന്തിക്കേണ്ടി വരുന്നത്. ഇവരെ മാതൃകയാക്കിയിട്ട് നമുക്ക് എങ്ങനെ രാഷ്ട്രീയം ഒരു കളരിയായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിച്ചു പോവാണ്. ആ ചോദ്യം തന്നെ തെറ്റാണ്. അവരങ്ങനെ ചെയ്യാതിരുന്നിട്ട് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ല കാര്യം. കാരണം എന്താണ്, അവിടെ മറ്റൊരു വിദ്വേഷം വെച്ചുകൊണ്ട് അത് വലിച്ചു കീറുക, പൊട്ടിക്കുക, ഇതല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ഇനി ചെയ്താലും അതും അപകടം തന്നെയാണ്. അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം, ഈ ചെയ്തു വെച്ച സംഗതി ശരിയാണ് എന്നുള്ള നിലയാണ് അവിടെ ഓട്ടോമാറ്റിക്കലി സ്ഥാപിതമാവുക. നമ്മുടെ ഉദ്ദേശം എന്താണ്, ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനെന്താ വഴി? അതിനെ വിമർശിക്കുക, അതിനെ തുറന്നു കാണിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അത് നമ്മളിവിടെ ചെയ്തിരിക്കും. അതിനുള്ള ആ ഒരു കൂട്ടായ പ്രവൃത്തിയിൽ നിങ്ങൾക്കും ഭാഗമാകാം എന്നാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്കൊക്കെ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരൊറ്റ വിഷയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഇവിടുത്തെ ഇടത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോൺ വലത് പാർട്ടികൾ, അവരുടെ ഒരു പൊതുബോധമുണ്ട്. തങ്ങളാണ് മുസ്ലിങ്ങളുടെ സംരക്ഷകർ എന്ന് പറയുന്ന ഒരു വലിയ ചിന്ത. അതോടൊപ്പം തന്നെ ഈ ഒപ്രസ്ഡ് ആയിട്ടുള്ള ക്ലാസ്, അതായത് അധസ്ഥിതരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട ആളുകൾ, അങ്ങനെ കുറേ കാറ്റഗറി ആളുകൾ ഇവരെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം രക്ഷകരായിട്ട് വരാൻ ഇവിടെ ഒരേ ഒരാളേ ഉള്ളൂ എന്നാണ് അവർ തന്നെ പറയാറ്. അത് അവർ തന്നെ പറഞ്ഞു വെക്കണം കേട്ടോ. അത് ഞങ്ങളാണെന്നാണ് അവർ പറയുക. ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്നൊക്കെ വിളിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് അവരുടെ രീതി. അതാണ് അവർ ചെയ്തു വെക്കുക. ആ കൂട്ടത്തിൽ അവർ മാർക്ക് ചെയ്തിട്ടുള്ള അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് അവർ എണ്ണുന്ന കൂട്ടം ആളുകളാണ് ഈ മുസ്ലിങ്ങളെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. അതിൽ തന്നെ പലതരത്തിലുള്ള മുസ്ലിങ്ങളെ അവർ അതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. അതിലവർ ഏറ്റവും ആദ്യം ഉൾപ്പെടുത്തുന്ന മുസ്ലിങ്ങൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലസ്തീനികൾ തന്നെയാണ്. രണ്ടാമതായിട്ട് അവർ ഉൾപ്പെടുത്തുന്ന അതിലെ ലിസ്റ്റിൽ ഉള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും ഇല്ല എന്നതാണ് അതിൻ്റെ വസ്തുത. കാരണം അവർക്ക് അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങളെടുത്ത പ്രശ്നമാണ്, അവർക്ക് ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിംസിനെടുത്ത പ്രശ്നമാണ്, യമനിലെ മുസ്ലിങ്ങളെടുത്ത പ്രശ്നമാണ്. വേറെ മുസ്ലിങ്ങളെന്ന് എടുക്കില്ല. ആകെ കൂടി എടുക്കുന്ന മുസ്ലിങ്ങളെന്ന് പറയുന്നത് പലസ്തീനിലെ മുസ്ലിങ്ങളെ മാത്രമേ എടുക്കുകയുള്ളൂ. അത് അവരെടുക്കുമ്പോൾ അവർ പറയുക പലസ്തീനികൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എടുക്കുക. അപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ വിഷയം അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് മതമാണ് എന്നിരിക്കെ, അത് ആ മതപരമായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിന്നു പോകുന്ന, എന്നും നിലനിൽക്കാൻ സാധ്യതയുള്ള പ്രശ്നമാണെന്നിരിക്കെ, അത് അവർക്ക് മതമാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അത് മതമല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം അത് പ്രകൃതി വിഭവങ്ങൾ പങ്കുവെക്കുന്നതിലെ പ്രശ്നമായിട്ട് ചിത്രീകരിച്ചാലാണ് അവരുടെ വാദം അവിടെ ശരിയാവുള്ളൂ. അപ്പോഴാണല്ലോ നമുക്ക് പലസ്തീനികളുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അത് സാമ്രാജ്യത്വ ഒരു അധിനിവേശത്തിൻ്റെ ഒരു പ്രശ്നമാക്കിയിട്ട് അതിനെ ചിത്രീകരിക്കണം. അപ്പോഴാണ് അവർക്ക് അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പല പല കാര്യങ്ങൾ വെച്ചിട്ട് അവരതിനെ നിറം ചാർത്തി കൊടുത്തുകൊണ്ടാണ് അവർ ഒപ്രസ്ഡ് ആണെന്ന് സ്ഥാപിച്ച് കഷ്ടപ്പെട്ട് ആ വണ്ടിയിൽ വലിഞ്ഞു കയറി ഇതുപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെയാണ് അവർക്ക് ഈ മനുഷ്യത്വം പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ, അങ്ങനെ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു ദുരവസ്ഥ അതുണ്ട്. അത് കാലങ്ങളായിട്ട് ചെയ്തു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കയ്യിലേക്ക് വീണ് കിട്ടുന്ന ഒരു വാക്കാണ് ഈ പറയുന്ന ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ അന്ത്യം കുറിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ മുതിർന്ന രാഷ്ട്രീയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അഡൾട്ട്സ് ഓൺലി രാഷ്ട്രീയം എന്ന് പറയുന്ന ആ രാഷ്ട്രീയം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ തോക്കിൻ കുഴലിന് മുന്നിൽ കൂടെ ഓൾറെഡി സഞ്ചരിച്ചു കഴിഞ്ഞ ആളുകൾ, അവരെയാണ് നമ്മുടെ അഡൾട്ട്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അവർ ഇവിടെ ഒരു രാഷ്ട്രീയം കൈയാളുന്നുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതപ്രീണനത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് മുഴുവൻ ഇസ്ലാമിനെ വെളുപ്പിച്ചെടുക്കുന്നതും ഇസ്ലാമിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സുഡാപ്പികൾക്ക് അടക്കം ഉള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയം ഇതാണ് എന്നുള്ളത് ഇവിടുത്തെ ഈ തോക്കിൻ കുഴലിൻ്റെ മുന്നിൽ കൂടെ നടക്കാത്ത രാഷ്ട്രീയം കളിക്കാൻ ഇങ്ങനെ കളരിയിൽ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അതാണ് ഈ SFI എന്ന് പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. അവർക്ക് ഇതുപോലെയുള്ള ഈ വിവരങ്ങൾ അവരുടെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അപ്പോൾ ഈ വിഷയം ഇവിടെ വഴിവെക്കുന്നത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചർച്ച
ഇതുപോലെ ചൂട് പിടിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. അങ്ങനെ ചൂട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള SFI പോലെയുള്ള തീവ്രമായ പിന്തിരിപ്പൻ ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയം അത് കൈയാളുന്ന കുട്ടികളുടെ ഇടയിൽ ഇത് ചർച്ചയായാൽ, ഇതിനെന്തോ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയാൻ ഇടയായാൽ, ഏതുപോലെ ഇപ്പോൾ നമ്മളെല്ലാം ഈ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പ്രശ്നം വന്ന സമയത്താണല്ലോ ഇപ്പോൾ നമുക്ക് ഈ വാക്ക് പോലും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്, ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്തെന്ന് അന്വേഷിക്കാൻ ഇട വന്നതും. അപ്പോൾ ആ ഒരു വിഷയം ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾക്ക് അതിനകത്ത് സെൻസിറ്റൈസ്ഡ് ആകാനുള്ളൊരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വിഷയത്തെക്കുറിച്ചൊരു ധാരണ വരും. ഇവിടെ നമ്മളുടെ ആഷിഖ് അബു ഒരു സിനിമ എടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. വാര്യം കുന്നൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അതെടുക്കുന്നു എന്ന് പറഞ്ഞോടുകൂടി ആരാണ് വാര്യം കുന്നൻ എന്നുള്ളത് നാട്ടുകാർ മുഴുവൻ പഠിക്കാൻ തുടങ്ങി. അതുവരേക്കും ഇവിടുത്തെ സംഖ്യകൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു വാര്യം കുന്നൻ എന്ന് പറയുന്നത് മഹാപ്രശ്നക്കാരനാണ്, അയാൾ ഇവിടെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയവനാണ് എന്നൊക്കെയുള്ള ആ മലബാർ കലാപം, മാപ്പിള ലഹള എന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കാനോ പഠിക്കാനോ നിൽക്കാതിരുന്നൊരു വിഷയത്തെ, അത് സംഖ്യ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന വിഷയം എല്ലാവരും പഠിക്കാൻ തയ്യാറായത് അപ്പോഴാണ്. ആഷിഖ് അബു സിനിമ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി പഠിക്കാൻ പോയി. അവസാനം എന്തായി? ആ സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ഇതാണ് അവിടെ സംഭവിച്ചത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ജനാധിപത്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ടൂൾസ് അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ എന്നും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ ഒരു വിഷയത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയുള്ളതിൻ്റെ മറ്റ് ചില വശങ്ങളും കൂടി ഒന്ന് പറഞ്ഞു വെക്കുക എന്നുള്ളത്, എന്താണ് ഇതിൻ്റെ ഡേഞ്ചർ എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തും, SFIയിലുള്ള പിള്ളേരിലേക്ക് എത്തും. അവർ തോക്കിൻ കോളിൻ്റെ മുന്നിൽ കൂടെ നടക്കുന്നതിന് മുന്നേ തന്നെ ഇത് അറിയാൻ സാധിച്ചാൽ ഇവർ കൈയാളുന്നത് തെറ്റായ സന്ദേശം നൽകുന്ന ചില രാഷ്ട്രീയവും അവരുടെ ഐഡിയോളജി തന്നെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ഫോൾട്ട് അതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും കൂടിയുള്ളൊരു വഴി കുട്ടികൾക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെങ്ങനെയാണോ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം എവിടെയെല്ലാം ഉണ്ടായിരുന്നോ അവിടെയെല്ലാം അത് അപ്രത്യക്ഷമായത്, അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് പല അറബ് രാജ്യങ്ങളിലും അപ്രത്യക്ഷമായ കൂട്ടത്തിൽ പലപ്പോഴും അപ്രത്യക്ഷമാകുന്നതിനൊരു പ്രധാന കാരണമായത് അവിടങ്ങളിലുള്ള തീവ്രമായ ഇസ്ലാമിക സംഘടനയുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് അവർ ഇന്തിഫാദ നടത്തി എന്നത് തന്നെയാണ്. ലോകത്ത് ഇത് ഇവർ ഇപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പുതിയതായിട്ട് ഇവർ ഉപയോഗിച്ചതാണ് എന്ന്. അല്ല, ഇതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. ഈ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് അത് ഏറ്റവും കൂടുതൽ കറങ്ങി നടക്കുന്നത്, ചർച്ചയാക്കുന്നത് ഇവിടുത്തെ ഹിന്ദുത്വ വലതുപക്ഷ മീഡിയ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല, അതങ്ങനെയാണല്ലോ വരിക. അപ്പോൾ ഈ വാക്ക് നമ്മളൊന്ന് പരിശോധിക്കാം. ഈ വാക്ക് നമ്മളിപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഒന്നാമത്തെ ഇന്തിഫാദ, രണ്ടാമത്തെ ഇന്തിഫാദ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളെ പാലസ്തീൻ ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് നമ്മൾ കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഇന്തിഫാദ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുള്ളത് 1987 മുതൽ 93 വരെ നീണ്ടു നിന്ന ഒരു ഒന്നാമത്തെ പീരീഡ്. രണ്ടാമത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ 2000 മുതൽ 2005 വരെയുള്ളൊരു പീരീഡ്. ഇത് രണ്ടിലും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടും വയലൻസ് ആണ്, രണ്ടും സായുധ ശ്രമങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇന്തിഫാദ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് 52 ഇറാഖിലാണ്. ഇതാരാ ചെയ്തത്? അത് അന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് അത് ചെയ്തത് എന്നാണ് അതിൻ്റെ കോമഡി. അപ്പോൾ സത്യത്തിൽ ഈ വാക്ക് കോയിൻ ചെയ്ത് ഇതിങ്ങനെ ഉപയോഗിച്ച് ഇതിന് ഈ ഒരു വാക്ക് അന്ന് അവിടെ ഉപയോഗിക്കാനുള്ള മറ്റൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നേ ഈജിപ്തിൽ നടന്നിട്ടുള്ളൊരു വിഷയമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ സംഗതി കൊള്ളാം എന്ന് പറഞ്ഞ് അതിനവർ ഇന്തിഫാദ കുടഞ്ഞു കളയുക അല്ലെങ്കിൽ ഒഴിവാക്കുക, ഒരു റെവല്യൂഷൻ, ഒരു റിവോൾട്ട് എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ് അതിനവർ കൊടുക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൽ നിലവിലുള്ള സംവിധാനത്തിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ അവർ എടുത്തു വെച്ച വാക്കാണ് ഈ ഇന്തിഫാദ എന്ന് പറയുന്നത്. അങ്ങനെ അത് എടുത്തു വെച്ച് 1952 ഇറാഖിൽ ആദ്യമായിട്ട് ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് ഇറങ്ങി എന്നാണ് നമുക്ക് വായിക്കാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അത് ഉപയോഗിച്ചത് ഇതേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. പക്ഷെ എന്താ ഉണ്ടായത്? ഇന്ന് ഇറാഖിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരെ നമ്മളുടെ ഇവിടെ കനൽ ഒരു തരിയെങ്കിലും ഉണ്ട് ഇവിടെ എന്ന് പറയുമെങ്കിൽ അവിടെ തരി പോയിട്ട് അതിൻ്റെ ഒരു പൂട പോലും ഇല്ല എന്ന് പറയുന്നതാണ് ശരി. എവിടെയെല്ലാം ഇസ്ലാമുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇതുപോലെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അടപടലം പണി കിട്ടി പൂട്ടിപ്പോയി എന്നത് തന്നെയാണ് ഇതിൻ്റെ ചരിത്രം. അതുകൊണ്ട് ഇവിടെ ചില ആളുകൾ പറയാറുണ്ടല്ലോ ചരിത്രം ആവർത്തിക്കും എന്ന്. ഞാനത് അങ്ങനെ ആവർത്തിക്കില്ല എന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഈ സംഗതികൾ എന്തുകൊണ്ടിത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ മറുവശത്ത് നിൽക്കുന്ന ആളുകൾ അത് ഇസ്ലാമിൻ്റെ വക്താക്കളാവുമ്പോൾ, അല്ലെങ്കിൽ ഇവരോടൊപ്പം കൂടുന്ന ആളുകൾ അത് ഇസ്ലാമിൻ്റെ ഭാഗത്തുള്ള ആളുകളാവുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അവരൊരു സാധനം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകളാണ്. എന്താണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്? അത് ഇസ്ലാമിക രാജ്യമാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഒരു ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്ന ഒരു സാധനം അവർ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ആദ്യം എടുത്ത് പുറത്തേക്ക് കളയുന്ന നട്ടും ബോൾട്ടൊക്കെ ഉണ്ടല്ലോ, അതിൽ പെടുന്ന ഒരു നട്ടും ബോൾട്ടുമാണ് ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം. അത് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഒരു ചന്ദ്രനിൽ പോയിട്ടൊരു കോളനി ഉണ്ടാക്കുന്നു, അവിടെയും ഇതുപോലെയാണ് നമ്മൾ സംഭവിക്കുന്നത്. അവിടെ ആ ചന്ദ്രനിൽ നമ്മളുടെ ആ വലത്തെ മൂലയിലുള്ള ആ അങ്ങാടിയിലാണ് നമ്മൾ ഇതുപോലെ ഒരു ഇസ്ലാമിക രാജ്യം അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടാവുന്ന കാലങ്ങളായിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത് കമ്മ്യൂണിസം. ഇങ്ങനെ എന്താണ്, ആദമും ഹവ്വ ഉണ്ടായ അന്ന് മുതൽ കമ്മ്യൂണിസം ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് അവിടെയുള്ള ആളുകളും ഇതുമായിട്ട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ച് അവസാനം ഫൈറ്റ് ചെയ്ത് ജയിച്ച് കഴിയുമ്പോൾ എന്നാൽ ഇനി നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കൂട്ടമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത്. അതാണ് എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളത്. അത് ഇറാഖിൽ മാത്രമല്ല, ഇറാനിൽ സംഭവിച്ചു, അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചു, അങ്ങനെ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലടക്കം പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഇതിനോടകം നിങ്ങൾക്ക് കാണാം എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു പേര് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൂടുതൽ വരുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാരണം ഇന്നത്തെ SFIയുടെ ഒരു ഡെമോഗ്രാഫിക്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മിക്കവാറും സുഡാപ്പി കുഞ്ഞുങ്ങളായിരിക്കും എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാക്കുകൾ ഇതിനകത്തേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യത കൂടുതൽ കാണുന്നത്. അത് കുത്തി തിരുകാനുള്ളൊരു ത്വര കൂടുതൽ കാണുന്നതിൻ്റെ കാരണവും അത് തന്നെയാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് അതിനകത്ത് ബലമായിട്ട് സംശയിക്കാനുള്ളത് എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം ഇവിടുത്തെ അഡൾട്ട്സ് ഓൺലി രാഷ്ട്രീയത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അത് ഞാനല്ല പറഞ്ഞത്. ഇപ്പോൾ ആലപ്പുഴയിൽ കൂട്ടമായിട്ട് രാജിവെച്ചു അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അംഗങ്ങൾ. അവർ പറഞ്ഞ കാരണം എന്താണ്? ഇവിടുത്തെ ആലപ്പുഴ ആ കമ്മിറ്റിയുടെ CPMൻ്റെ അവിടുത്തെ കമ്മിറ്റി അവർക്ക് വഴിവിട്ട ബന്ധം SDPAയുമായിട്ട്, അത് ശരിയല്ല, ഞങ്ങൾ അതിനകത്ത് സന്തുഷ്ടരല്ല, ഞങ്ങൾ അതിൽ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ CPMൻ്റെ അംഗങ്ങൾ ഇറങ്ങിപ്പോയത്, രാജിവെച്ച് പോയത്. അവർ പച്ചയ്ക്ക് പറഞ്ഞ കാര്യമാണ് SDPAയുമായിട്ടുള്ള ഈ ബാന്ധവം. അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അഡൾട്ട്സ് ഓൺലി രാഷ്ട്രീയത്തിൽ അതാണ് അവിടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ കിഡ്സ് ഓൺലി രാഷ്ട്രീയത്തിലും ഇത് തന്നെയാണ് നടക്കുക. കാരണം ഇതേ സുഡാപ്പിയുടെ മക്കൾ തന്നെയായിരിക്കുമല്ലോ ഈ മിക്കവാറും ഈ സ്കൂളിലൊക്കെ പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനകത്തും ഒരു നുഴഞ്ഞുകയറ്റം അതവിടെ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഈ കമ്മികളുടെ അന്ത്യം SFIയിലൂടെ. കാരണം ഇനി വളർന്ന്, അതായത് ഓൾറെഡി ഇവിടെ ഉള്ള രാഷ്ട്രീയത്തിൽ പച്ച ആയിക്കഴിഞ്ഞു, ഇനി വളർന്നു വരുന്ന ഈ രാഷ്ട്രീയവും അതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതും പച്ച തന്നെയാവുമ്പോൾ അതിപ്പോൾ ഇങ്ങനെ മൂത്ത് വരുന്നേ ഉള്ളൂ എന്ന് മാത്രം. അങ്ങനെ രണ്ടറ്റത്തുനിന്നും കൂടി ഇത് അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനത്തിനകത്ത് ചുമപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അന്ത്യമാണ് എന്ന്. ഇനി ആ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഈ ഇന്തിഫാദ എന്നും ഇത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയൊക്കെയാണ് നമ്മളെ മുന്നിൽ വന്ന് ഭവിച്ചത്, നമ്മൾക്ക് എങ്ങനെയാണ് പരിചയം കിട്ടിയത് എന്നുള്ളതും കൂടി പറഞ്ഞിട്ട് ഇത് അന്ന് അവസാനിപ്പിക്കുക. അധികം നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ ഈ ഒന്നാമത്തെ ഇന്തിഫാദ അത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കുകയാണ്, ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. 1987 മുതൽ 1993 വരെയുള്ള ഒരു പീരീഡിൽ നടന്നു എന്ന് നമ്മൾ പറയുന്നു. അതിൽ പ്രധാനമായിട്ടും മുഴച്ചു നിന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മളെ PLO തന്നെയാണ്. അവിടെ നമ്മൾ യാസർ അറാഫത്തും അതുപോലെയുള്ള ആളുകളെയൊക്കെ മുഖം നിങ്ങൾ മനസ്സിലേക്കുണ്ടാവും. അതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് അവസാനിക്കുന്നത് ഈ ഓസ്ലോ അക്കോർഡ് എന്ന് പറയുന്നൊരു വിഷയത്തിൽ എത്തിയാണ് അത് അവസാനിക്കുന്നത്. എന്താണ് ഓസ്ലോ അക്കോർഡിൽ പ്രധാനമായിട്ട് പറയുന്നത്? ഒരു പീസ് സൊല്യൂഷൻ തന്നെയാണ്. അതായത് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അവിടെ വെക്കുന്നു. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് സത്യത്തിൽ ഈ ഇസ്രായേൽ ഹമാസ് അല്ലെങ്കിൽ പാലസ്തീൻ വിഷയം എന്ന് പറയുന്നത്? നമ്മളൊന്ന് തുടക്കം മുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം അത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രദേശവും കൂടി ഉൾപ്പെടുന്നതാണ് ആ സ്ഥലം. അവിടെ നിന്നും കാലങ്ങളായിട്ട് അവിടെ ജീവിച്ചിരുന്ന ജൂതന്മാരെ പല ആളുകൾ അവിടെ ആക്രമിച്ച് കീഴടക്കിയിരുന്ന പല ആളുകൾ ആട്ടി ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പല സ്ഥലങ്ങളിൽ ജീവിച്ചു വന്നു. അങ്ങനെ ഇരിക്കെ ഈ നമ്മളുടെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിലൊക്കെ വലിയ കൊടിയ പീഡനങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമൊക്കെ ആയപ്പോൾ അവർ തീരുമാനിക്കുകയാണ്, അവർ ഈ സയനിസ്റ്റ് മൂവ്മെൻറ്റ്സ് അവിടെ തുടങ്ങുകയും തിരിച്ച് നമ്മളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകണം എന്ന അവരുടെ ആ മത അടിസ്ഥാനത്തിലുള്ള അതേ ചിന്തയുടെ പുറത്ത് അവർ കൂട്ടമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലെ ഈ പറയുന്ന സ്ഥലത്തേക്ക് അവരുടെ വാഗ്ദത്ത ഭൂമി എന്നറിയപ്പെടുന്ന ഈ ഇസ്രായേലിലേക്ക് അവർ കടന്നു വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ജീവിക്കുന്ന അറബുകൾ
അവിടെ ഉണ്ട്. അവരിൽ നിന്ന് സ്ഥലം വാങ്ങിച്ച് തന്നെയാണ് അവർ ഈ പണി തുടങ്ങുന്നത്. എന്തായാലും കുറേ കാലം കഴിഞ്ഞു. ഇതൊന്നും നമുക്ക് തെറ്റ് പറയാൻ കഴിയുന്ന കാര്യമല്ല. കാരണം എന്താണ്, നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് പോലും ഒരു കാലത്ത് അങ്ങനെ കൃത്യമായിട്ട് വരച്ച് നമുക്ക് കാണിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിലെ കഥയാണ് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ പല ആളുകൾ വാങ്ങിച്ചു കൂട്ടിയ സ്ഥലങ്ങൾ അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നൊരു ഘട്ടം എത്തുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് പറയുന്ന ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പറയുമ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശവും അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശവും ഇത് രണ്ടും അത് തമ്മിലുള്ള ചേരിതിരിവ് നിലനിൽക്കുന്നത് പ്രധാനമായിട്ടും മതത്തിൻ്റെ പേരിലായി മാറുന്നു എന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കാരണം എന്താണ്, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ആ ഫോർമേഷൻ നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ 48, 49 ആ കാലഘട്ടം ആകുമ്പോഴേക്കും തന്നെ ഉടനെ അടുത്ത ദിവസം എന്ന് പറഞ്ഞ പോലെ അവിടെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങളെല്ലാവരും കൂടിയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ കൂട്ടമായിട്ട് അവർ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതെല്ലാം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷേ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമം അവർ തുടങ്ങി വെച്ചതിൻ്റെ കാരണം അവരുടെ ഒറ്റ വാചകം മാത്രമാണ്. ഈ സ്ഥലത്തൊരു ജൂതരാഷ്ട്രം പാടില്ല എന്നതാണ്. ജൂതരാഷ്ട്രം പാടില്ല, ഇതാണ് അതിൻ്റെ ഉത്തരം. എന്തുകൊണ്ട് പാടില്ല? അത് ഇസ്ലാമികമായിട്ട് പാടില്ല, ഇതാണ് അതിൻ്റെ കാരണം. അതല്ലാതെ അന്ന് അവർ അധിനിവേശമെന്നോ ഓപ്പറേഷൻ ഇതൊന്നുമല്ല അന്ന് പറഞ്ഞിരുന്ന കാരണം. അപ്പോൾ ഇന്ന് പറയുന്നത് ഓപ്പറേഷൻ എന്നും അധിനിവേശം എന്നാണ് ഈ ഓപ്പറേഷനും അധിനിവേശവും തുടങ്ങിയത്. പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിച്ച് അവിടെ താമസമാക്കി അത് പാടില്ല, അതൊരു രാജ്യമാക്കി അവർ പ്രഖ്യാപിക്കുന്ന ഘട്ടം എത്തിയപ്പോൾ അത് പാടില്ല എന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാവുക എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം അതിന് നമ്മൾ എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എങ്ങനെയാണോ വിഭജിച്ചത് അതേപോലെ തന്നെ ബ്രിട്ടീഷ് മാൻഡേറ്റും അങ്ങനെ പല പല രീതികളിലൂടെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുമ്പോൾ അതിന് അവർ വെക്കുന്ന കാരണമാണ് അവിടുത്തെ പ്രധാന പ്രശ്നമായിട്ട് മാറുന്നത്. എന്തായാലും കാലം മുന്നോട്ട് പോയപ്പോൾ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്തിനും ജോർദാനൊക്കെ മനസ്സിലായി ഇത് ശരിയാവില്ല, ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുകയും അവർ ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ അതിൽ ഒരു വലിയ തമാശ നിറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഈജിപ്തുമായിട്ടുള്ള ബന്ധം അവിടെ നോർമലൈസ് ചെയ്തപ്പോൾ ഈ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ട് നമ്മളെ രാജ്യങ്ങളുടെ, അറബ് രാജ്യങ്ങളുടെ ഓർഗനൈസേഷൻ OIC നിന്നും ഈജിപ്തിനെ പിരിച്ചുവിട്ടു. അതിനവർ പറഞ്ഞ കാരണം എന്താണ്, നിങ്ങൾ ജൂതന്മാരുമായിട്ട് കൂട്ടുകൂടി, ഇനി നമ്മൾ കൂട്ടൂല എന്ന് പറഞ്ഞിട്ട് പിരിച്ചുവിടുന്നു. ഇവിടെ എന്താ കാരണം, നിങ്ങൾ അവരെ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ കൂടിയെന്നോ നിങ്ങൾ അധിനിവേശത്തിന് സപ്പോർട്ട് ചെയ്തെന്നോ അല്ല അവിടെ പറഞ്ഞത്. നിങ്ങൾ ജൂതരാഷ്ട്രവുമായിട്ട് ജൂതന്മാരുമായിട്ട് നിങ്ങൾ കൂടി, നിങ്ങൾ ഇസ്ലാമിക വിരുദ്ധമായിട്ട് നിലകൊണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഈജിപ്ത് എടുത്ത നിലപാടെന്ന് പറയുന്നത് സമാധാനത്തിന് അനുകൂലമായ നിലപാടാണ്. ആ സമാധാനത്തിന് അനുകൂലമായ നിലപാടിനോട് വിഘടിച്ച് നിൽക്കുകയാണ് ഈ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. അതിന് കാരണമായിട്ട് പറഞ്ഞത് എന്താണ്, അത് ഇസ്ലാമികമായിട്ട് തെറ്റാണെന്ന്. അങ്ങനെ ഇസ്ലാമികമായിട്ട് തെറ്റാണെന്ന് പറയുന്ന ആ മതത്തെ നമ്മളെന്താ വിളിക്കുന്നത്, സമാധാന മതം എന്ന്. ഇതാണ് അവിടുത്തെ കോമഡി. ഈ തരത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ മുന്നിൽ കാണാൻ കഴിയുന്ന സാധനങ്ങൾ, പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റുന്ന സംഗതികൾ ഉണ്ടായിട്ടാണ് ഇവിടെ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ അതുപോലെ പല ആളുകളും ഇന്നും ഇത് മതമല്ല ഇതിൻ്റെ പ്രശ്നമെന്നും അങ്ങനെ പറഞ്ഞ് ഇതിനെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൽ യഥാർത്ഥ കാര്യത്തെ പറയാതെയും അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ചോദിച്ചാൽ ഇതിലെങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കഴിയില്ല, ഇതിലെ മതത്തെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത്തെ ഇന്തിഫാദയിലേക്ക് വരുമ്പോൾ, ആദ്യത്തെ ഇന്തിഫാദയിൽ മുഴച്ചു നിന്നത് PLO ആയിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇന്തിഫാദയൊക്കെ ആകുമ്പോഴേക്കും അതിനകത്ത് ഹമാസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ കൂടി അതിനകത്ത് വരുന്നു. 1987 ഹമാസ് രൂപപ്പെടുന്നത്. അവർ ഗാസ വേഴ്സസ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന രൂപത്തിലേക്ക് പോലും പിന്നീട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും 2005 കൂടിയിട്ട് ഇസ്രായേൽ ഈ നമ്മളുടെ ഗാസയിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടൊഴിയുന്ന അവസ്ഥ പോലും ഉണ്ടായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ പാലസ്തീൻ റീജിയൻ എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്ത് ഇസ്രായേലിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണെന്ന് പറയുന്നതാണ് ശരി. എന്നാൽ അവിടെ ഉണ്ട്. എങ്ങനെയാണ് അവിടെ ഉള്ളത്? കാരണം ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ആളുകൾ, നമ്മളുടെ മഹ്മൂദ് അബ്ബാസിൻ്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ PLO ഫത്താ പാർട്ടിയൊക്കെ അവരാവശ്യപ്പെടുകയാണ്, നമ്മളുടെ നാട്ടിൽ ഇവിടെ സെക്യൂരിറ്റി ഇവിടെ ഉറപ്പാക്കാൻ നിങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ പിടിച്ചു നിർത്തുന്ന കാഴ്ചയാണ്. സമാനമായ രീതിയിലാണ് ഗാസയിലും അവിടെ നിൽക്കാൻ ഇത്ര നാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2006-07 ആയപ്പോഴേക്കും അവിടെ ഗാസയിൽ ഹമാസ് ഭരണത്തിലേറുന്നു. ഇലക്ഷനിലൂടെയാണ് അവർ അവിടെ കയറുന്നത്. അതിനുശേഷം പിന്നെന്താ നമ്മൾ കാണുന്നത്, ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ് ഹമാസിൻ്റെ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1987 അവർ
ഫോം ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ട ആ ഫസ്റ്റ് ഇന്തിഫാദ അവിടെ അവസാനിക്കുന്നത് ഓസ്ലോ അക്കോർഡിലാണ് എന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്നത് ഒരു എക്സിസ്റ്റൻസ് ഓഫ് എ ജൂയിഷ് സ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുന്നു എന്നതാണെന്നുണ്ടെങ്കിൽ അതിനോട് അംഗീകരിക്കുന്ന നിലപാടാണ് PLOയ്ക്ക് പതിയെ വന്നത്. ആദ്യം അത് ഉണ്ടായിരുന്നില്ല, ഫസ്റ്റ് ഇന്തിഫാദ തുടങ്ങുന്ന സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. പക്ഷേ പതിയെ അവരതിലേക്ക് വരുന്നു എന്നത് ഹമാസിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അവരതിനെ എതിർത്ത് നിന്നു. ഇവിടെ ഒരു ജൂതരാഷ്ട്രം പാടില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. ആ വിശ്വവിഖ്യാതമായ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉണ്ട്, ഫ്രം ദ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന സംഗതി. എന്ന് വെച്ചാൽ അവിടെ ജൂതന്മാർ ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഇവരാണ് പറയുന്നത് ഞങ്ങളെ ജനോസൈഡ് ചെയ്യുന്നത്, ഞങ്ങളെ വംശഹത്യ നടത്തുന്നതെന്ന്. സത്യത്തിൽ വംശഹത്യ നടത്താൻ വേണ്ടി കോപ്പ് കൂട്ടുന്നതും അതിനുള്ള മുദ്രാവാക്യം പോലും പച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് നടക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ഹമാസാണ്. അവരെ പക്ഷേ ഈ പറയുന്ന ഒരാൾ പോലും, ഇവിടുത്തെ ഇടതായാലും വലതായാലും ആരായാലും യുക്തിവാദികൾ പോലും അവരെ ഈ ജനോസൈഡ് കോള് നടത്തുന്നവരാണെന്ന് പച്ചയ്ക്ക് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഒന്നാമതായിട്ട് അവർ പറഞ്ഞത് PLOയുമായിട്ട് ഉടക്കുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇനി തമാശ എന്ന് പറഞ്ഞ മറ്റൊരു വിഷയം. നമ്മളിപ്പോൾ സങ്കല്പിക്കുക ഇവിടെ ഒരു 2 സ്റ്റേറ്റ് ഉണ്ടായി എന്ന് തന്നെ അങ്ങ് വിചാരിക്കുക. നിങ്ങൾ കരുതുന്നുണ്ടോ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നു? ഇല്ല. ഗാസ എന്ന് പറയുന്ന ഒരു രാജ്യവും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന മറ്റൊരു രാജ്യവുമായിട്ട് മാറാനാണ് എല്ലാ സാധ്യത അവിടെ നിലനിൽക്കുന്നത്. കാരണം അവിടെ PLOയും ഇപ്പുറത്ത് ഹമാസും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റിംഗ് ആണ്. ഒരു തരത്തിലും അടുക്കില്ല. അതായത് അവർക്ക് യുദ്ധം എന്നായാലും വേണം, എന്നാലാണല്ലോ നിലവിളിക്കാനും ഈ പറയുന്ന ആ പേര് പറഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള ഫണ്ട് പിരിക്കാനും പോക്കറ്റ് നിറയ്ക്കാനും കഴിയുള്ളൂ. സത്യത്തിൽ ഇവർ കുഴപ്പത്തിലാക്കുന്നത് പാലസ്തീനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതമാണ്. ഇതറിയാതെയാണ് നമ്മളെ ലോകത്തുള്ള ആളുകൾ ഇപ്പോഴും ഇതിനു വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിളിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് നിലവിളിക്കണം. ആർക്കാണ് നിലവിളിക്കേണ്ടത് എന്ന് നോക്കിയിട്ട് നിലവിളിക്കണം എന്നാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ നിലവിളിക്കരുത് എന്നല്ല. മാത്രമല്ല, നിലവിളിക്കുമ്പോൾ ഇച്ചിരി കണ്ണീര് ആ യമനിലെ കുട്ടികൾക്ക്, അതുപോലെ ഉയ്ഗൂർ മുസ്ലിംസിന് വേണ്ടിയിട്ട്, അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതും കൂടി കുറച്ച് മാറ്റി വെക്കണം. അതല്ലാതെ ഈ ഒരു കണ്ണീര് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് ഇവർ ഉണ്ടാക്കി വെക്കുന്ന ഈ പൊല്ലാപ്പിന് വേണ്ടിയിട്ട്, അവർ വിളിച്ചു വരുത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ല ചെലവഴിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ പൊക്കി വെച്ചത് ഇന്തിഫാദ ബൈ ജിഹാദ് തന്നെയാണ് അവരവിടെ വെച്ചത്. അപ്പോൾ തുടക്കത്തിൽ 1952 ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു വെച്ച അന്നത്തെ അവിടുത്തെ ഈ സോഷ്യലിസ്റ്റ് സംഘടനകളെല്ലാവരും കൂടി എടുത്തു വെച്ച ഈ ഇന്തിഫാദയും അത് 1987 ആകുമ്പോഴേക്കും അവരുടെ ഹമാസിൻ്റെ ചാർട്ടറിൽ എഴുതി വെക്കുന്ന സമയമായപ്പോഴേക്കും ആ ഇന്തിഫാദയുടെ സ്വഭാവം മാറി എന്നത് തന്നെയാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ 1952 ഇന്തിഫാദയല്ല 1987 ഇന്തിഫാദ. മറ്റേത് ഒരു സമരം എന്നൊക്കെയുള്ള ഉത്തരം, അല്ലെങ്കിൽ ആ ഒരു അർത്ഥമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു റിവോൾട്ട് എന്ന് പറയുന്ന ഒരു ഉത്തരമായിരുന്നു എന്നുണ്ടെങ്കിൽ 87 ആയപ്പോഴേക്കും അത് ജിഹാദിലൂടെയുള്ള ഒരു വലിയ ഒരു ശ്രമമായിട്ട്, ഒരു കുടഞ്ഞു കളയലായിട്ടാണ് പിന്നീട് അതിനെ അവിടെ നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ഈ സെക്കൻഡ് ഇന്തിഫാദ അതവിടെ അരങ്ങേറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള കാര്യമാണ് ഈ സൂയിസൈഡ് ബോംബിംഗ് എന്ന് പറയുന്നൊരു സംഭവം. ലോകത്ത് പല ഈ തീവ്രവാദ സംഘടനകൾക്കും ഈ സൂയിസൈഡ് ബോംബിംഗ് എന്ന് പറയുന്നത് പരിചയപ്പെടുത്തി കൊടുത്തത് പോലും ഈ പറയുന്ന കാലഘട്ടമാണ്. പല ആളുകളും പിന്നീട് അത് കോപ്പി ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇന്നും നമ്മൾ സംസാരിക്കുന്ന അൽഖയ്ദ ആയാലും ഐസിസ് ആയാലും പല തീവ്രവാദ സംഘടനകളും ഇന്ന് ഈ സൂയിസൈഡ് ബോംബിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എല്ലാ ട്രെയിനിങ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മാർഗം കാണിച്ചു കൊടുത്തത് ഇവർ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം, ഈ ഹമാസ് എന്ന് പറയുന്നത് നമ്മളുടെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ടാണ് 1987 അത് ഈ പറയുന്ന പലസ്തീനിൽ ഗാസയിൽ അത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓർഗനൈസേഷൻ്റെ ഈ ഇന്തിഫാദ എന്ന് പറയുന്ന സാധനം തന്നെയായിരുന്നു നമ്മളുടെ ഈജിപ്തിൽ നമ്മൾ കണ്ട അപ്രൈസിങ്സ്, നമ്മളുടെ അറബ് സ്പ്രിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ട സമയത്ത് അവിടെയും അത് നടന്നത്. പക്ഷേ എന്താ നമ്മൾ ലാസ്റ്റ് കണ്ടത്? ഈജിപ്തിലെ ഭരണം അത് ആരുടെ കയ്യിലേക്കാണ് പോയത്? ഒരു കൂട്ടം മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ചെന്നായക്കൂട്ടത്തിൻ്റെ കൈകളിലേക്കാണ് അന്ന് അവിടുത്തെ ഭരണം പോയത്. അന്നും അവരതിനെ ഒളിഞ്ഞും തെളിഞ്ഞും വിളിച്ചിരുന്നത് ഇന്തിഫാദ എന്ന് തന്നെയായിരുന്നു. അവിടെ ഭരണം അവസാനം ചെന്ന് കയറിയത് തികഞ്ഞ ഫാഷിസ്റ്റുകളുടെ കൈകളിലേക്കാണ്. അപ്പോൾ ഒരു കാര്യം ഇവിടെ നിങ്ങൾ ആദ്യമേ ഒന്ന് വരച്ചിടുക. ഇന്തിഫാദ എന്ന് പറയുന്ന വിളി, ഇന്തിഫാദ ഇൻകുലാബ് എന്ന് പറയുന്ന ആ മുദ്രാവാക്യം, ആ സ്ലോഗനിയറിങ് എന്ന് പറയുന്നത് അത് നിഷ്കളങ്കമല്ല. അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് വയലൻസ് ആണ്. ഏത് തരം വയലൻസ്? സൂയിസൈഡ് ബോംബിങ് അടക്കമുള്ള വയലൻസ്. അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? അതൊരു മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ നിങ്ങൾ പറയുമെങ്കിലും ഈജിപ്തിൽ സംഭവിച്ചത് മുല്ലപ്പൂ വിപ്ലവമായിരുന്നില്ല.
അതുപോലെ മറ്റേത് സ്ഥലം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിച്ചത് മുല്ലപ്പൂ വിപ്ലവങ്ങളായിരുന്നില്ല. അവിടെ അവസാനം പലപ്പോഴും കിട്ടിയത് മരിച്ചു വീണ ശവശരീരങ്ങളുടെ കൂമ്പാരവും അതുപോലെ ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളും ഇത് തന്നെയാണ് അവിടെ അവസാനം ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻതിഫാദ എന്ന് പറയുന്നത് അത് അവരുടെ ഒരു സാധനമല്ലേ, പലസ്തീനിയൻ ഒപ്രഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പരിപാടി, ആ ദാല് വന്ന് വേവമാട്ടെ എന്ന് ഇന്ന് നമ്മൾ തിരിച്ച് ഈ പറയുന്ന SFIക്കാരോട് ആ പിള്ളേരോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത അത് നമുക്കുണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ഇന്ന് കാണാനും മനസ്സിലാക്കാനുള്ള ആ ഒരു സാധ്യതയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നെങ്കിലും നമ്മളൊന്ന് ഒന്ന് മനസ്സിലാക്കണം. ഇനി ഈ ഹമാസ് ഇന്ന് നമ്മൾ കണ്ടതെന്താ? ഒക്ടോബർ 7 അവർ ചെയ്ത പ്രധാന പ്രവൃത്തി സിവിലിയൻ ടാർഗറ്റ്സ്, അതായത് ആംഡ് അല്ലാത്ത സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മേലേക്കായിരുന്നു അവരവിടെ പണി ഏൽപ്പിച്ചത്. അത് അവരുടെ പ്രഖ്യാപിത നയമാണ്. സിവിലിയൻ ടാർഗറ്റ്സ് അത് എയിം ചെയ്യുക എന്ന് തന്നെയാണ് അവരുടെ മെയിൻ ഒരു അജണ്ട. അതുപോലെ ഓസ്ലോ അക്കോർഡ് എന്ന് പറയുന്നത്, ആ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പാടെ റിജക്റ്റ് ചെയ്തു. എന്നിട്ടാണ് അവർ ഇറങ്ങിത്തിരിച്ചത് 1987. അതുപോലെ തന്നെ നോ കോ എക്സിസ്റ്റൻസ് വിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സ്റ്റാൻസ് അതുമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പാടില്ല. റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്നത് അതാണ്. ഇത് ഇനിയും എന്തുകൊണ്ടാണ് ഒരു ജനോസൈഡ് കോളായിട്ട് ഇവിടുത്തെ യുക്തിവാദികൾക്ക് പോലും തോന്നാത്തത് എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നൊന്നുമില്ല. കാരണം അറിയാം, ഇതൊരു വോക്കിസം ബാധിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് സംഭവിക്കുക. ഏതായാലും നിലവിൽ ഇന്ന് ഹമാസിൻ്റെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് ഗാസയാണ്. അവിടെ അവർ വലിയ തോതിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാലം ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തെളിയിച്ചു തരും. അപ്പോൾ 2017 വരേക്കും അവരുടെ ചാർട്ടറിൽ പറഞ്ഞിരുന്നത് ഈ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. അതായത് ഈ എന്താണ് അവിടെ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ തന്നെയായിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് അവർ തിരുത്തുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ നമ്മൾ കണ്ടത്. 2017 ആയപ്പോഴേക്കും അവർ മാറ്റുന്നു. അവരുടെ ചാർട്ടറിൽ അന്ന് എഴുതി വെച്ചതാണ്, ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അണ്ടിൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് ഇറ്റ് ഒബ്ലിറ്ററേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ് എന്ന് പറയുന്ന ആ വാചകം ഇത് അവരുടെ ചാർട്ടറിലുണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് അത് അവർ പതിയെ ഒന്ന് മാറ്റി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഈ എല്ലാ പാലസ്തീനിയൻസും ജിഹാദിന് ഇറങ്ങണമെന്നൊക്കെയുള്ള വാദത്തിൽ നിന്ന് അവരൊന്ന് പിന്നോട്ട് പോയി, പറ്റാവുന്നവരിറങ്ങിയാൽ മതി എന്നായിട്ടുണ്ട്. അതുകൂടാതെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ നമുക്ക് 1967 ആ കാലഘട്ടത്തിൽ ബോർഡർ വെച്ചിട്ട് നമുക്ക് തിരിച്ച് പോകാം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പതിയെ റിയാലിറ്റി അവർ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. എന്ന് വെച്ചാൽ ഈ എല്ലാ പോക്കിരിത്തരവും ചെയ്ത് ഇതുവരെയുള്ള എല്ലാ കുഴപ്പങ്ങളും സൃഷ്ടിച്ച് കുറേ പാലസ്തീനിയൻ സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കിയ ഹമാസ് അവർക്ക് പോലും പതിയെ നേരം വെളുത്ത് തുടങ്ങി. ഇനി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല, ഇത് ശരിയാകാൻ പോകുന്നില്ല, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ റിവർ ടു സീ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല എന്ന് മനസ്സിലാക്കി അവർ പതിയെ പിന്തിരിയുന്ന കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടും നമ്മളുടെ യുക്തിവാദികൾക്കും ഇവിടുത്തെ ഇടതന്മാർക്കും ഇപ്പോഴും നേരം എടുത്തിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് അവരവിടെ ഒരു അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മണ്ണാങ്കട്ടയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നോളൂ. നമ്മൾ കാണാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷത്തേക്കെങ്കിലും 10 വർഷത്തേക്ക് എന്നാ പറഞ്ഞ പോലെ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷനായിട്ട് അവർ മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അതുകൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഗാസയും അതുപോലെ വെസ്റ്റ് ബാങ്കും തമ്മിലുള്ള പൊരിഞ്ഞടിയാണ് അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഈ ഇൻതിഫാദ അതൊരു വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളത് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് നിഷ്കളങ്കമല്ല, അത് വയലൻസ് ആണ്, അത് സൂയിസൈഡ് ബോംബിംഗ് ആണ്, അത് ജൂതന്മാർക്കെതിരെയുള്ള വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടുക, ഒപ്രഷൻ നടത്തുന്ന ആളുകൾ, ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർ പരസ്പരം തമ്മിലുള്ളൊരു യുദ്ധത്തെയും കൂടിയാണ് അവിടെ അത് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ അതെന്നും നടത്തിക്കൊണ്ടേയിരിക്കണം എന്നൊക്കെയുള്ള ചില ലക്ഷണങ്ങളൊക്കെയാണ് അത് അവിടെ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അതിൽ മറ്റൊരു വലിയ പ്രോബ്ലം കൂടിയുള്ളത്, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ ഒതുങ്ങി നിൽക്കുന്നില്ല. അവർക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അത് ഗ്ലോബലൈസ് ദ ഇൻതിഫാദ എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അതാണ് ഈ വാക്ക് നമ്മളിവിടെ മലയാളികൾ പോലും ഇവിടെ ഏറ്റുപറയുന്ന നിലയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ഇത് ഒരു മലയാളക്കരയിൽ മാത്രം നടക്കുന്നതല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് മാത്രം നടക്കുന്നത്. ആഗോളതലത്തിൽ എവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും അതിനകത്ത് ഇവിടെ ഒരു ഒപ്രഷൻ നടത്തുന്ന ഒരാളുടെ ഒരു മുഖം അവിടെ തെളിഞ്ഞു വന്നാൽ, പ്രത്യേകിച്ച് അതൊരു ജൂതനാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉടനെ വരും ഈ പറയുന്ന ഗ്ലോബലൈസ് ഇൻതിഫാദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ. അവരവിടെ അത് ഉയർത്തും. നിലവിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ US ചില സിറ്റീസിൽ ഈ സാധനം അവിടെ പൊക്കി
വെക്കുകയും എന്നിട്ട് ജൂതന്മാരായിട്ടുള്ള ആളുകൾ തലപ്പത്തിരിക്കുന്ന ആ ടെക് ഫെസിലിറ്റീസ്, അതല്ലെങ്കിൽ അതുപോലെയുള്ള സോഫ്റ്റ്വെയർ കമ്പനീസ്, അതല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, അവരുടെയൊക്കെ ലിസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ മാപ്പ് വരെ ഇട്ടിട്ട് ഇതൊക്കെയാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവർ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. അതിൻ്റെ താഴെ അവർ എഴുതി വെച്ചത് ഗ്ലോബലൈസ് ഇൻതിഫാദ എന്നാണ്. ഒരാളെ പോലും വെറുതെ വിടരുത്, എല്ലാവരെയും നമ്മൾ തച്ച് തകർക്കണം എന്ന കൃത്യമായ വയലൻസ്, ആ സന്ദേശം, ആൻറ്റി സെമിറ്റിസമാണ് അവരവിടെ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇതിലൊന്നും ഏർപ്പെടാത്ത, ജൂതരായിട്ട് ജനിച്ചു വീണു എന്നതിൻ്റെ പേരിൽ ജൂതരായിട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യരെ പോലും ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവർ പോസ്റ്റർ അടിച്ച് വെക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, സമാനമായ രീതിയിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ മുഴുവൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിലവിളിയായിരിക്കും, റോട്ടിൽ തലകുത്തി നിന്നിട്ടുള്ള നിലവിളിയായിരിക്കും, ഇസ്ലാമോഫോബിയ എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇതേ കൂട്ടം ആളുകൾ ചെയ്യുന്ന പണിയാണ് ഈ പണി, ഗ്ലോബലൈസ് ഇൻതിഫാദ. ഇതിൻ്റെ പിന്നിൽ ഇരിക്കുന്നത് ദേ ആർ ട്രൈങ് ടു നോർമലൈസ് ആൻറ്റി സെമിറ്റിസം എന്നതും കൂടിയാണ് അവിടെ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ ഓപ്പൺ കോൾ ഫോർ ജനോസൈഡ്. ഇത് നമുക്ക് അനുവദിക്കാൻ പാടില്ല. ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടാണോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഇപ്പം നമ്മളുടെ ഇവിടുത്തെ അഡൾട്ട്സ് ഓൺലി അല്ലാത്ത നമ്മളുടെ കിഡ്സ് ഓൺലി രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ആണെന്ന് പറയുന്നില്ല. കാരണം എന്താണ്, അവർ കാണുന്നത് അവരുടെ അഡൾട്ട്സ് ഓൺലി വകഭേദങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു, SDPI ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അവർ ചെയ്യും. SDPIയുടെ കൊടിയുടെ കളർ പോലുമാണ് നമ്മൾ ഇവർ എടുത്തു വെച്ച ആ ലോഗോയുടെ ആ കളർ കോമ്പിനേഷൻ എന്ന് പോലും നമുക്ക് മനസ്സിലാവും. അതുപോലും അവിടെ വളരെ വലിയ രീതിയിൽ അത് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അതും ഇതിനകത്തൊരു വലിയ പ്രശ്നമാണെന്ന് പറയാനുള്ളൊരു കാരണമായിട്ട് മാറി. ഇൻതിഫാദ എന്ന് പറയുന്ന വാക്ക് നിഷ്കളങ്കമല്ല, അത് വലിയ ഒരു പേടിപ്പെടുത്തുന്ന, അതൊരു ദോഷമുണ്ടാക്കുന്ന, തെറ്റായ ദിശയിലേക്ക് നമ്മൾ രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ളൊരു വിഷയം കൂടിയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ വലതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ കൂടി ഇനി അതിനകത്തൊരു പ്രതിരോധവുമായിട്ട്, ഒരു പ്രതിഷേധവുമായിട്ട് ഇനി കൂടുതൽ ഇറങ്ങിത്തിരിച്ചാൽ രംഗം കൂടുതൽ വഷളാകാനാണ് സാധ്യത, അല്ലെങ്കിൽ വഷളാകും എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുക. ഇനി രണ്ടാമത് മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു കാരണം കൂടി, ഇൻതിഫാദ പ്രോബ്ലം ആവുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് പ്രോബ്ലമാണെന്നുള്ള കാര്യം ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഒരു എന്തുകൊണ്ട് അവിടെ വരികയാണ്. കാരണം അത് അറബിക് വാക്കാണ്. അറബിയിൽ എഴുതിയ സാധനങ്ങളെല്ലാം പ്രശ്നമാണെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടേ. കാരണം അറബിയിലുള്ള സാധനം എന്തെഴുതിയാലും അത് ഇസ്ലാമാണ് എന്നാണ് നമ്മളുടെ മദ്രസ ജീവികളുടെ ധാരണ. അങ്ങനെ അവർ തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത്, ഒരു ലേഡി അവരുടെ ഡ്രസ്സിൽ ഇതുപോലൊരു കാലിഗ്രാഫി അവിടെ ഉള്ള ഒരു ഡിസൈൻ അത് വെച്ചുകൊണ്ട് ഒരു ചായക്കടയിൽ ഇരുന്നിട്ട് ചായ കുടിക്കാൻ പോയതാണ്, അതും പാകിസ്ഥാനിൽ. പിന്നൊന്നും പറയണ്ടല്ലോ, നാട്ടുകാർ ഓടിക്കൂടി. ആ നാട്ടുകാർ അവിടെ ഓടിക്കൂടിയിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യം എന്തെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണത്? ഗുസ്താഖ് നബി ഏക് ഹി സസ സർത്തൻ സേ ജുദാ, സർത്തൻ സേ ജുദാ എന്ന് പറഞ്ഞിട്ട് അവർ ആക്രോശിക്കുകയാണ്. തല വെട്ടണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം എന്താണ്? നബിയെ നിന്ദിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഇതിലെന്താണ് നബി എന്താണ്? അപ്പോൾ അറബിയിലൊരു സാധനം, ഒരു എഴുത്ത് കണ്ടാൽ ഉടനെ നിങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണ് അത് ഇസ്ലാമാണ് എന്ന്. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു സംഗതി കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി. അത് ഇൻസ്റ്റാഗ്രാമിൽ കറങ്ങി വന്നൊരു പോസ്റ്റാണ്. ബംഗ്ലാദേശിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ബംഗ്ലാദേശിൽ ചില ആളുകൾ ഈ നിന്ന് മൂത്രമൊഴിക്കുന്ന ഒരു പ്രശ്നം നമ്മളുടെ പൊതു ഇടങ്ങളിൽ. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂത്രം ഒഴിക്കരുതെന്ന് അറബിയിൽ എഴുതി വെച്ചു. ഇവിടെ മൂത്രം ഒഴിക്കരുതെന്ന് അവർ ഇംഗ്ലീഷിലെഴുതി, ബംഗ്ലയിലെഴുതി, പല ഭാഷയിലും എഴുതി വെച്ചു. ഒരു രക്ഷയില്ല. അവസാനം അവർ ഈ സാധനം അറബിയിൽ എഴുതി വെച്ചു. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് അറബി വായിക്കാൻ അറിയില്ലല്ലോ. അറിയാത്തത് കൊണ്ട് തന്നെ ഇതെന്തോ ഖുർആനിൽ എന്തോ സാധനമാണെന്ന് വിചാരിച്ചു കുറച്ചിങ്ങനെ കുത്തും കോമയൊക്കെ അധികം ഇട്ട് ഈ പറഞ്ഞ മാതിരി നല്ല ഭംഗിയിൽ അങ്ങ് എഴുതി വെച്ചു. സംഗതി വേറെ ഒന്നുമല്ല, ഇവിടെ മൂത്രം ഒഴിക്കമാട്ടെ എന്ന്, അൽ മൂത്രം ഒഴിക്കമാട്ടെ എന്നാണ് അവിടെ എഴുതി വെച്ചത്. പക്ഷെ അത് കണ്ടപ്പോൾ കാക്കമാർ വിചാരിച്ചത് എന്തോ ഇസ്ലാമിലെ സാധനമാണെന്ന് വിചാരിച്ചിട്ട് അവരവിടെ മൂത്രമൊഴിക്കൽ നിർത്തി. ഇതാണ് അവിടെ സംഭവം. ഇത് ഇങ്ങനെയാണ് ഇവരെ പറ്റിക്കുന്നത്. ഈ മദ്രസ ജീവികളെ നമ്മൾ അക്ഷരം തെറ്റാതെ മദ്രസ ജീവികൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇനിയെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിനി ഞാനൊന്നും പറയുന്നില്ല. ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ഇത് മദ്രസ ജീവികളൊക്കെ മാത്രം കാര്യമല്ല, മറ്റു മതങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പണ്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് താമസിച്ചിരുന്നിടത്തുനിന്ന് പോയിരുന്നൊരു വഴി. അവിടെ ഒരു കോർണറുണ്ട്. ആ കോർണറിൽ എപ്പോഴും ആളുകൾ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടും. അപ്പോൾ ആളുകൾ വേസ്റ്റ് ഇട്ട് അവിടെ പശു വരുന്നു, തിന്നുന്നു. നമ്മളിവിടെ ആ പ്രശ്നം അധികമില്ല, പക്ഷേ അവിടെ വന്നിട്ട് അതായിരുന്നു പ്രശ്നം. പശുക്കൾ കൂടും. അങ്ങനെ ആ വഴിയിൽ നടക്കാൻ കഴിയില്ല, ചാണകവും എല്ലാം ചാണകം. അതെ, അങ്ങനെ മൊത്തം കുഴപ്പം. അങ്ങനെ അവസാനം അവിടുത്തെ നാട്ടുകാർ എന്ത് ചെയ്തു,
അവിടെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഹൗസിങ് ഏരിയയാണ്, എല്ലാവരും കൂടെ കൂടിയിട്ട് അത് ക്ലീൻ ചെയ്ത് കാശൊക്കെ പിരിച്ച്, എന്നിട്ട് അവർ ഒരു കയറ് കെട്ടിയിട്ട് അതുമേൽ കുറേ ദൈവങ്ങളുടെ ചിത്രം, ഹനുമാൻ മുതൽ മറ്റേ ശ്രീകൃഷ്ണനും എല്ലാവരും ഉണ്ടായിരുന്നു. സർവ്വദൈവ സമ്മേളനമായിരുന്നു. അതിന് ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ തപ്പിയിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇതിലിടായിരുന്നു. അങ്ങനെ എല്ലാ ദൈവങ്ങളുടെ ചിത്രവും കൂടി അവിടെ കയറിൽ കെട്ടി അങ്ങ് ഇട്ടു. അവിടെ പിന്നെ ഒരാളും വേസ്റ്റ് കൊണ്ടിട്ടിട്ടില്ല എന്നതാണ് അവിടെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ തരത്തിൽ വിശ്വാസികളെ പറ്റിക്കാൻ എളുപ്പം ഇതൊക്കെ തന്നെയാണ് വഴികൾ എന്നത് നമ്മളവിടെ മനസ്സിലാക്കണം. എന്തായാലും ഇവിടെ ഈ സ്ത്രീ ഒരു വിധത്തിലാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വനിതാ പോലീസുകാരി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ചിത്രമൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്തായാലും ഈ സംഗതി വൈറലായപ്പോൾ ഈ ഡ്രസ്സ് അവർ കുവൈത്തിൽ നിന്ന് അങ്ങാണ്ട് ഡിസൈൻ ചെയ്ത് വാങ്ങിച്ചതായിരുന്നാണ് അറിയുന്നത്. അങ്ങനെ അവസാനം ഡിസൈൻ ചെയ്ത ആൾ ഒരു കുറിപ്പ് ഇറക്കി ഇൻസ്റ്റാഗ്രാമിൽ. ഡിയർ പാകിസ്ഥാനി പീപ്പിൾ, വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദ റീസെൻറ്റ് ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻ ടു ദ ഇന്നസെൻറ്റ് ഗേൾ. വി ആർ ബേസ്ഡ് ഇൻ കുവൈത്ത് company and we do not ship worldwide. Please stop following and messaging since it's really disturbing. We use Arabic words and letters in different fonts everywhere since it is our language. ഇത് ഞങ്ങളുടെ ഭാഷയാണ്, ഞങ്ങൾ ഇതിനകത്ത് എന്തും ചെയ്യും. ഈ അറബിയിൽ എന്തെഴുതിയാലും അത് ഇസ്ലാമാണെന്നും ഖുറാനാണെന്നൊക്കെ പറഞ്ഞിറങ്ങി വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കിയത്, നിങ്ങളെ പാട് നോക്ക് എന്നാണ് ഇതിനകത്ത് എഴുതി വെച്ചത്. അപ്പോൾ ഇന്തിഫാദ എന്ന് പറയുന്ന വാക്കും ഇന്ന് കുറേയൊക്കെ ആളുകൾക്ക് ഒരു പേടി തോന്നിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ കഴിയുക? കാരണം എന്താണ്, അറബിയിൽ വേറെ എന്തോ എഴുതി വെച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ തല്ലിക്കൊല്ലാൻ പോയി. അപ്പോൾ പിന്നെ കൃത്യമായിട്ട് അറബിക്കാണെന്നും അത് വയലൻസ് ആണ് എന്നും അറിയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടാകുമ്പോൾ പേടിക്കാനുള്ളൊരു അവകാശമെങ്കിലും നിങ്ങളൊന്ന് വിട്ടുകൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ അത് പറഞ്ഞ ഉടനെ അവരെ കയറിയിട്ട് ഇസ്ലാമോഫോബിക്കെന്ന് വിളിച്ചേക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വീണ്ടും ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യം, അറബിയിൽ കാമസൂത്ര വരെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളതിന് ഇസ്ലാമിക് കാമസൂത്ര എന്ന് വിളിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കാറുള്ളത്. അവിടെ പറയുമ്പോൾ ഇപ്പോൾ ഖുറാനിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ പറയുകയാണെങ്കിൽ ഖുറാനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഈ ഖുറാൻ ഇറക്കിയിരിക്കുന്നത് അറബിയിലാണ്, അറബി മനസ്സിലാകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കാണ് അറബി മനസ്സിലാവുക? ഈ മക്കയ്ക്കും അതിന് ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇറക്കി കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സാധനം തർജ്ജമ ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് പണി ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നിട്ട് അതിന് 100,000 തർജ്ജമകൾ മലയാളത്തിൽ, എന്നിട്ട് മലയാളത്തിൽ ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ കാക്കാമാർ മദ്രസ ജീവികൾ എന്നിട്ട് പറയും, അത് നീ തർജ്ജമ വായിച്ചുകൊണ്ടാണ്, നീ അറബിയിൽ വായിക്കണം, നീ അറബി പഠിച്ചാലാണ് നിങ്ങൾക്കത് മനസ്സിലായി. പോയി പണിയാക്കാൻ പറയുന്നത് നമ്മൾ. കാരണം എന്താണ്, പഠിച്ചവനെ അറിയില്ലായിരുന്നോ ഇവിടെ മലയാളികൾ ഉണ്ടാവും എന്നുള്ള കാര്യം? മലയാളികൾക്ക് ഇസ്ലാം അറിയണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഖുർആൻ ഇറക്കട്ടെ പഠിച്ചോൻ, അതല്ലേ വേണ്ടത്, അതല്ലേ ഹീറോയിസം. അതിന് പകരം അത് ഏതോ ഭാഷയിൽ എഴുതി വെച്ചിട്ട് എന്നിട്ട് നമ്മളത് മലയാളത്തിൽ വായിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പഠിച്ചവന് ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ലോകത്ത് ഇത്രമാത്രം ഭാഷകളുള്ള കാര്യം പഠിച്ചവൻ അറിയില്ലായിരുന്നോ? ഈ ഖുർആൻ എല്ലാ നാട്ടിലേക്കും ഓരോ കോപ്പി അവരവരുടെ ഭാഷയിൽ അങ്ങ് കൊടുത്തു വിട്ടാൽ പോരായിരുന്നു, ഇത് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു പോകുന്ന അവിടെയാണ്. പോട്ടെ, ആരോട് ചോദിക്കാൻ. ഇതാണ് മദ്രസ ജീവികൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ദൈവമായ അള്ളാഹുവും അതിൻ്റെ പതിപ്പ് തന്നെ ആയിരിക്കണമല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അറബിക് കാമസൂത്ര കണ്ടിട്ട് നിങ്ങൾ ഇനി അത് എഴുതിയ ആളുകളെയും പോയിട്ട് അത് തല്ലിക്കൊല്ലാനൊന്നും നിൽക്കരുത്. അത് അറബി ഭാഷയിൽ എഴുതിയ ഒരു സാഹിത്യമായിട്ട് കണ്ട് അതിനെ അങ്ങ് വെറുതെ വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാളെ പോയിട്ട് ഇനി അത് കത്തിച്ചേക്കരുത്. ഓക്കെ, ഇനി ഇന്തിഫാദ നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളുടെ നീൽ സലാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം, അസ്സലാം ഇന്തിഫാദ ഇൻക്ലാബ് എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം ഈ കുട്ടികൾ ഇങ്ങനെ വണ്ടിയുടെ പൊക്കത്തും അവിടെ ഇവിടെയൊക്കെ കയറി നിന്ന് വിളിച്ചതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മോദി സർക്കാർ ചിലപ്പോൾ എന്നെ ബാൻ ചെയ്യും, അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. അവിടെ ഇവർ പറഞ്ഞു വെച്ചപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഓ കണ്ടില്ലേ, ഉശിരും വീര്യവുമുള്ള പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് കൈ ചൂണ്ടി നിൽക്കുന്ന ആ ഒരു ചിത്രമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. പക്ഷേ പിന്നീട് എന്താ നമ്മൾ കണ്ടത്, ഈ ഇന്തിഫാദ പിടിച്ച ആളുകളുടെ വായിൽ നിന്ന് പിന്നെ വന്ന സാധനം ഇതൊക്കെയാണ്. ഇന്തിഫാദ ടു ദ വിമൻ ഔട്ട് ദെയർ, ഇൻക്ലാബ് ഫോർ അവർ റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ പറഞ്ഞു വെച്ചു. ഇതേ ആളുകൾ അവിടെ എഴുന്നള്ളിച്ചിട്ടുള്ള മറ്റ് ചില സംഗതികൾ കൂടി വെളിച്ചത്ത് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവരുടെ ഈ നമ്മൾ പറയുമല്ലോ, ഈ നിലാവെളിച്ചം കണ്ടപ്പോൾ നീലക്കുറുക്കൻ അറിയാതെ കൂകിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഇവർ മൗദൂദി കുഞ്ഞുങ്ങളായിരുന്നു, അസൽ മൗദൂദി കുഞ്ഞുങ്ങൾ. മൗദൂദി കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇന്ത്യൻ പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇവിടുത്തെ മൗദൂദികളുടെ ഈജിപ്ഷ്യൻ പതിപ്പാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത്. രണ്ടും ഒരമ്മ പെറ്റ മക്കൾ. ആ മക്കൾ 2 പേരാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് ഈ നീലക്കുറുക്കന്മാരെയാണ്.
അതുകൊണ്ട് തന്നെ അവർ പുറത്ത് ഭയങ്കരമായ വലിയ ഡെമോക്രസിയെക്കുറിച്ച് പറയും, റൈറ്റ്സിനെ കുറിച്ച് പറയും, പ്രൊട്ടസ്റ്റിനെ കുറിച്ച് പറയും, അങ്ങനെ പലതും പറയും. പക്ഷേ ഒരു ഘട്ടമെത്തിയപ്പോൾ ഇവർ കയ്യിൽ നിന്ന് പോയി. ഇവർ പറഞ്ഞെന്താണ്, during the protest gathering happened yesterday, some liberals dictated us to refrain from chanting Insha Allah and Allahu Akbar. അതായത് ഇവർ NRC ആ ബില്ല്, നമ്മൾ NRC അല്ല, ഈ കാണുന്ന NRC അല്ല, നമ്മളുടെ പൗരത്വ ഭേദഗതി ബില്ല്, അതിൻ്റെ വിഷയം വന്നപ്പോൾ അതിനെതിരെയുള്ള സമരം നയിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, എല്ലാവരും ഡെമോക്രാറ്റിക്കായിട്ട് സെക്യുലറായിട്ടുള്ള സ്ലോഗൻസ് വിളിച്ച് അവർ പ്രതിഷേധിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ കയറി വന്നിട്ട് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അയ്യേ അത് ചെയ്യരുത്, അത് പോക്കിരിത്തരാണ്, ഇതൊരു സെക്യുലറായിട്ടുള്ളൊരു പ്രതിഷേധമല്ലേ, ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാക്കി ചുരുക്കാൻ വേണ്ടിയിട്ട് അവിടെ കെണിഞ്ഞ് ശ്രമിച്ചു. ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നത്. ഏതായാലും ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. മൗദൂദി ചാനലാണ് അതിൻ്റെ പ്രധാന അമരക്കാരെന്നാണ് അറിയുന്നത്. കാരണം നമ്മൾ കണ്ട ചിത്രങ്ങൾ മുഴുവൻ വേറെ ആളുകളുടെ ചിത്രമൊന്നും കിട്ടുന്നില്ല. അടി കിട്ടിയ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ചിത്രമൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. കണ്ടത് മുഴുവൻ ഈ ലതീദ സഹലൂൻ, അതുപോലെ റന്ന ഫാത്തിമ, അങ്ങനെ കുറച്ച് ആളുകളുടെ ചിത്രം മാത്രമേ അന്ന് കണ്ടിട്ടുള്ളൂ. കാരണം അവരുടെ ഈ പറയുന്ന ഒരാളുടെ ഭർത്താവായിരുന്നു ആ ഫോട്ടോഗ്രാഫർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ. പിന്നെ ഞാനുണ്ടായിരുന്ന നമ്മളെ നാടിൻ്റെ ഒരു അടുത്ത് തന്നെ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് അങ്ങനെ അന്ന് കിട്ടിയിരുന്നു. പോട്ടെ, ഇത് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നത്, വി ഹാവ് ഓൺലി സബ്മിറ്റഡ് കംപ്ലീറ്റ്ലി ടുവേർഡ്സ് ഓൾമൈറ്റി. ഞങ്ങൾ നിങ്ങളുടെ ഈ ഉപദേശം എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിധേയത്വം എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോട് മാത്രമാണ്. വി ഹാവ് അബാൻഡൻഡ് യുവർ സെക്യുലർ സ്ലോഗൻസ് ലോങ് ബിഫോർ. ഞങ്ങൾ ഈ സെക്യുലർ സ്ലോഗൻസ് ഒക്കെ പണ്ടേ കളഞ്ഞിട്ടുണ്ട്. ഇൻകുലാബ് സിന്ദാബാദോ അതല്ലെങ്കിൽ സെക്യുലറിസം വിജയിക്കട്ടെ എന്ന് പറയുന്നതോ അതുപോലുള്ള കാര്യങ്ങൾ. ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹും അല്ലാഹു അക്ബറാണ് വലുത്. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വെച്ചത്. ഇനി those slogans will be raised loudly again and again. Those slogans are our spirit, our imagination and the one which refines our existence. ഞങ്ങളുടെ നിലനിൽപ്പ് പോലും അതാണ് പ്രതിനിധാനം ചെയ്യുന്നത്. You might be in a hurry to prove your secular loyalty, but we are not. നിങ്ങൾക്ക് സെക്യുലർ ഒരു ലോയാലിറ്റി അത് പ്രൂവ് ചെയ്യണമെന്ന ഒരു ത്വര ഉണ്ടാവുമായിരിക്കും, ഞങ്ങൾക്കതില്ല. We are and will exist in every space as sons, daughters, grandsons and granddaughters of Malcolm X, Ali Musliar and Variam Kunnath. ആരൊക്കെയാണ്? മാൽക്കം എക്സ്, Ali Musliar and Variam Kunnath. Those slogans are our spirit and we have derived our imagination of being political from our forefathers. For you people, this might be mere slogans. For us, this is the one which liberate ourselves. At this point, we are clear. We don't hold any burden of chanting secular slogans and may not fit to your secular vocabulary. Our engagement and approach altogether is different from you and is the fundamental difference. So please don't dictate us. Don't be our fathers. എന്ന് പറഞ്ഞിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടാവും. എന്താണിത് കാണിക്കുന്നത്? ഒരു സ്വയം അപരവൽക്കരിച്ച് ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങൾക്ക് സെക്യുലറിസം എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊന്നുമില്ല, ഞങ്ങൾ മാൽക്കം എക്സിൻ്റെയും ആലി മുസ്ലിയാറിൻ്റെയും വാര്യം കുന്നൻ്റെയൊക്കെ മക്കളാണ്, മരുമക്കളാണ്, പിന്നെ ഗ്രാൻഡ് മക്കളാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. ഇതൊക്കെ കണ്ടു. പിന്നെ ഇതുപോലെ പലതും ഉണ്ട്. ഇതിൽ പറഞ്ഞ് ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാം. അടുത്തത് യാക്കൂബ് മേമൻ, ഐ എം സോറി, ഐ എം ഹെൽപ്ലെസ് ഇൻ ദിസ് ഫാഷിസ്റ്റ് കൺട്രി, ഐ ക്യാൻ ഓൺലി റിഗ്രറ്റ് ലൈക്ക് എ ഡോൾ. ആയിഷാർ എന്നെ എഴുതി വെച്ചാണ്. ആരാണ് യാക്കൂബ് മേമൻ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇനി അടുത്തത് അഫ്സൽ ഗുരു, യാക്കൂബ് മേമൻ, റിമംബ്രൻസ് ബിക്കംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു വെക്കുന്നു. അത് ഇതേ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ. ഇതൊക്കെ സംഘികളാണ് കേട്ടോ പ്രചരിപ്പിച്ചത്. നമുക്ക് വേറെ വഴിയില്ല. ഏതായാലും ഇടതന്മാർ പ്രചരിപ്പിക്കാൻ പോകുന്നില്ലല്ലോ. ഡു യു തിങ്ക് വി ഓൺലി ഹാവ് ദ ഹിസ്റ്ററി ഓഫ് ഹുദൈബിയ? ഇഫ് യു ഫോർഗെറ്റ് വി വിൽ റിമൈൻഡ് യു അബൌട്ട് ബദർ, ഉഹദ് ആൻഡ് കർബല. എന്തിനാണ് അവിടെ ഉഹദ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. തോറ്റ യുദ്ധമാണ്. പിന്നെ കർബല ഞാൻ പറഞ്ഞല്ലോ അന്ന് ചോറ് കഴിക്കാൻ പോയപ്പോഴുള്ള കഥ. ഡു യു തിങ്ക് വി ഓൺലി നോ ടു ടോക്ക് അബൌട്ട് സ്വബർ? ക്ഷമയെക്കുറിച്ച് പറയാൻ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? then you are mistaken. You should learn about jihad. നിങ്ങൾ ജിഹാദിനെ കുറിച്ചും കൂടി അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. റിജക്റ്റ് NRC, റിജക്റ്റ് CAP. ജിഹാദ് ചെയ്തിട്ടാണ് അവർ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഇറങ്ങിത്തിരിച്ചത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് പിന്നെ വേറെ എന്തോ ഒരു സാധനം, അത് നമ്മളുടെ ഏതൊരു തീവ്രവാദി മരിച്ചപ്പോൾ എഴുതി വെച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഇതൊക്കെ കണ്ടല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് ലാസ്റ്റ് പറയുന്നത് നീൽ സലാം, അസ്സലാം, ഇൻകുലാബ്, ഇൻതിഫാദ്, ഇൻകുലാബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലവിളി.
ഇതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അന്നാണ് നമ്മൾ ഈ ഇന്തിഫാദ നമ്മളവിടെ കേട്ടത്. എന്തായാലും അവിടെ നിന്നും കേട്ടു തുടങ്ങിയ ഇന്തിഫാദ ഇന്ന് ഇവിടെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് ആ സാധനത്തെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരും കൂടി ഏറ്റെടുക്കുന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അത് ഏറ്റെടുക്കുന്നത് ആരാണ്? കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മളുടെ സുഡാപ്പി കുട്ടികൾ അത് ഏറ്റെടുത്തു. ഇനി ഇപ്പോൾ നമ്മളുടെ കമ്മിക്കുട്ടികളുടെ റോളാണ്. അത് രണ്ടും കൂടി അങ്ങ് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് പാലുകാച്ചൽ ഇപ്പുറത്ത് താലികെട്ട് എന്ന് പറഞ്ഞ പോലെ രണ്ടും കൂടി അവിടെ ഒന്നിക്കും. അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, അവർ ഒന്നിക്കുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇല്ലാതെയാകുന്നു. അതിലാദ്യം ഇല്ലാതെയാകാൻ പോകുന്നത് നമ്മളുടെ കമ്മികളാണ്. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന തീവ്രവാദികൾ എന്താണ് എന്നുള്ളത് ലോകത്ത് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. കാരണം ഈ തീവ്രവാദവുമായിട്ട് ഇത്തരത്തിലുള്ള തീവ്ര ആശയങ്ങളുമായിട്ട് സന്ധി ചെയ്യുന്നൊരു രീതി, പ്രവണത അത് മുസ്ലിങ്ങളുടെ ഇടയിൽ കൂടി വരുന്നു. ഒന്ന്. രണ്ട്, ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന ആ ഒരു സംഗതി അത് ലോകത്ത് വർദ്ധിച്ചു വരുന്നു. അതിനെ ഓപ്പണായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് മുസ്ലിങ്ങൾ മാറിയിരിക്കുന്നു ലോകത്തെമ്പാടും. ഇന്ത്യയിൽ അത് കണ്ടുവന്നിട്ടില്ല, നിലവിൽ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ അധികം വൈകാതെ അതും ഇവിടെ കണ്ടു തുടങ്ങും. ജൂതർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ തൽക്കാലം രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇന്ത്യയിൽ ഈ സയനിസ്റ്റ് മൂവ്മെൻറ്റ്സ് വന്ന് ഈ ജൂതന്മാരായിട്ടുള്ള ആളുകളെല്ലാവരും തിരിച്ച് ഇസ്രായേലിലേക്ക് പോകുന്ന കാലം അത്രയും ഏറ്റവും സുരക്ഷിതരായിട്ട് ജീവിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജൂതർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നത് സംബന്ധിച്ചിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരു വോയിസ് വീഡിയോ. നമ്മുടെ ബക്കർ അബു എഴുതിയതാണ് അത് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്കത് കേൾക്കാം, നിങ്ങൾ കേട്ട് നോക്കുക. ഇവിടുത്തെ ഹിന്ദു ജനത എന്ന് പറയുന്നത് ജൂതരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അവർ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ തരത്തിലും അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം വെച്ച് നീട്ടുകയാണ് ചെയ്തത്. അവരിവിടെ ജീവിച്ചു പോയി. ജൂതരാണോ അല്ലയോ എന്ന് പോലും അറിയാത്ത രീതിയിൽ അവരിവിടെ ജീവിച്ചു. എന്നാൽ ഇന്നാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജൂതർക്ക് ഇവിടെ താമസിക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, പറ്റില്ല. കാരണം എന്താണ്? ലോകത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നത് വ്യാപകമായിരിക്കുന്നു. ആ ആൻറ്റി സെമിറ്റിസത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് ഇന്തിഫാദ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഗ്ലോബൽ, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഗ്ലോബലൈസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു രീതി വളരെ അപകടം പിടിച്ച സംഗതിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ജൂതരില്ലാത്തതുകൊണ്ട് ആ പ്രശ്നം വരാൻ കുറച്ച് വൈകുമെങ്കിലും അതിനപ്പുറത്തുള്ള ബാക്കി കാര്യങ്ങൾ, ഹമാസ് പ്രേമം മുതൽ ഹമാസിൻ്റെ ചെയ്തികളെ അനുകൂലിക്കുന്നത് മുതൽ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന ജനോസൈഡ് കോൾ അതിനെ അനുകൂലിക്കുന്നത് മുതൽ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ട സമയങ്ങൾ അത് ചെയ്യാതെ ഇന്നിപ്പോൾ മോദി സർക്കാർ അതിന് വേണ്ടിയിട്ട് ചില അവരുടെ അഭിപ്രായമെങ്കിലും ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ജയ്ശങ്കർ, ഇവിടുത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞു 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ് വേണ്ടത്, വേണ്ട എല്ലാ സംഗതികളും നമ്മൾ ചെയ്യണം. മാത്രമല്ല ഇത് പറയാനുള്ള എല്ലാ അവകാശവും, ധാർമ്മികമായിട്ടുള്ള അവകാശവും ഇന്ത്യക്കുണ്ട്. കാരണം ഇന്ത്യ അത്തരത്തിലുള്ള ഒരു 2 സ്റ്റേറ്റ് ഫോർമേഷനിലേക്ക് പോയിട്ടുള്ള ഒരു രാജ്യമാണ്. നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. പക്ഷേ ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ എന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. സോ ഇതൊരു വലിയ കാലഘട്ടം നമ്മൾ മുന്നിൽ കിടക്കുന്നു. ആ കാലഘട്ടത്തിൽ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും അപ്രത്യക്ഷമാകാൻ പോകുന്ന ഒരു കൂട്ടം ആളുകൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കമ്മികളാണ്. ആ കമ്മികളുടെ ആ കൊഴിഞ്ഞു പോക്ക്, ആ ഇല്ലാതെയാകാനുള്ള പോക്ക്, ഇതുപോലെ സ്വയം വെട്ടിമരിക്കേണ്ട ഒരു അവസ്ഥ കമ്മികൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ആക്കം കൂട്ടുന്ന ഒരു പ്രവൃത്തിയും കൂടിയായിട്ട് മാറും. ഇപ്പോൾ ഈ എടുത്ത് പിടിച്ചിട്ടുള്ള ഈ ഇന്തിഫാദ ആ ഒരു കോലാഹലം എന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മളുടെ വീഡിയോ ഞാനിവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പല എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് പങ്കുവെക്കാം. ഇത്രയും നേരം കേട്ടിരുന്ന ആളുകൾക്ക് നന്ദി അറിയിക്കുന്നു. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അത് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ മറ്റു രീതിയിൽ ഡൊണേഷൻസോ അതല്ലെങ്കിൽ നമ്മളെ മെമ്പർഷിപ്പ് ഓപ്ഷൻസൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾ അത് ഉപയോഗിക്കുക. എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ വ്യൂവേഴ്സ്, ഇത് പ്രത്യേകിച്ച് അതിലെ ഡൊണേഷൻസ് വഴി ഒരു വലിയ നന്ദിയുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആ ഇന്തിഫാദ എന്ന് പറയുന്ന ആ ഫോണ്ടിൻ്റെ കളർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് കാണുമ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് സുഡാപ്പിയുടെ പതാക പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ് എന്ന് മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ബാക്കി നമുക്ക് നാളെ കാണാം. തൽക്കാലം വിടാം. നന്ദി. ഗുഡ് നൈറ്റ്.